ഉം. മമ്മൂട്ടി പറയാ പോലെ ഇവളടുത്ത്. പിന്നെ അപ്പൊ ഈ പുഴുവിന്റെ സമയത്ത് അവളിപ്പോ പേര് മാറ്റണം. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയല്ലോ, ഞാൻ ഈ പുഴുവിനെതിരെ. അപ്പൊ എന്നോട് ഇവര് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കൊണ്ട കൊടുത്തപ്പോ ഫസ്റ്റ് പറയപ്പോ, നീ ആദ്യം ഈ പേര്, ഇവന്റെ പേര് കട്ട് ചെയ്ത് ഒഴിവാക്ക്, നിന്റെ കെയർ ഓഫിൽ എന്തിനാ അവൻ ഫേമസ് ആവുന്നത്? ചോദിച്ച ചോദ്യമാണ്. ഉം. എന്റെ ജീവിതത്തിൽ എന്നെക്കാട്ടിയും കൂടുതൽ പ്രാധാന്യം അവനിക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ അതിന് പുള്ളി നമുക്ക് മറുപടി പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിക്കാം. ആ അന്വേഷിക്കലാണ് ഇന്ന് വരെ. അപ്പൊ അതും എനിക്ക് അറിയുന്നത്, ഞാൻ ഈ കേസ് പഠിക്കാതെ എടുത്തതാണ്, മമ്മൂക്ക എന്റെ അടുത്ത് ഏറ്റെടുക്കാൻ പറഞ്ഞുകൊണ്ട് എടുത്തതാണ്. കോടതി ഹാളിലെ സിനിമയുടെ പുഴുവിന് വന്നിരിക്കുന്ന ഫണ്ട്, ഉം. ഈ ഫണ്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉം. കാരണം ഈ രാജേഷ് കൃഷ്ണന്റെ ന്യായമായ ഒരു വഴിയിൽ വന്ന പൈസ. നമസ്കാരം. ഏറെ വിവാദമായ മമ്മൂട്ടി ചിത്രമാണ് പുഴു. നവാഗതയായ രതീനയായിരുന്നു സംവിധായക. സിനിമ അതിന്റെ പ്രമേയം കൊണ്ട് മാത്രമല്ല, സംവിധായകയുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ടും ചർച്ചാ വിഷയമായിരുന്നു. മമ്മൂട്ടിയാണ് തന്റെ ജീവിതം ഇല്ലാതാക്കിയതെന്നായിരുന്നു രതീനയുടെ ഭർത്താവ് ഷെർഷാദ് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തോട് വെളിപ്പെടുത്തിയത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും ഈ ചിത്രവും മമ്മൂട്ടിയുമൊക്കെ ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയവുമാവുകയാണ്. മമ്മൂട്ടി തന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് തന്നെയാണ് ഷെർഷാദ് പറയുന്നത്. തന്റെ ഭാര്യയെ മമ്മൂട്ടി അടിമയാക്കി, തന്റെ പേര് പോലും ഭാര്യയുടെ പേരിനൊപ്പം ഉണ്ടായിരുന്നതിൽ നിന്നും മാറ്റിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അവരുടെ ഭർത്താവ് ഷെർഷാദ് ക്രൈമിനോടുള്ള ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ ഗ്യാങ്ങിന് CPM പിന്തുണയുണ്ടെന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. മമ്മൂട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ TP നന്ദകുമാറിന് നൽകിയ അഭിമുഖത്തിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായിക രത്തീനയുടെ ഹസ്ബൻഡ് മുഹമ്മദ് ഷർഷാദ് ബനിയാണ്ടിയാണ് നമ്മുടെ നമസ്കാരം. 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 അതായത് മമ്മൂട്ടി അഭിനയിച്ച് താങ്കളുടെ ഭാര്യ സംവിധാനം ചെയ്ത സിനിമയാണ് പുഴു. ഏറെ വിവാദം സൃഷ്ടിച്ചൊരു സിനിമയാണ്. അതിൽ കുറേ വിവാദങ്ങൾ പുറമേ ഉണ്ടായി, അല്ലാതെ ജീവിതത്തിലും വലിയ വിവാദങ്ങൾ ഉണ്ടായി. അതിലൊന്നാണ് താങ്കളും ഭാര്യയുമായുള്ള ബന്ധം തന്നെ ഇല്ലാതായി. എന്താണ് അതിന് പിന്നിലുണ്ടായ സംഭവങ്ങൾ? ഇത് ഞാൻ പല പല പലതവണ പറഞ്ഞതാണ്, പക്ഷെ എന്നാലും പറയാണ്. അത് എന്താണെന്ന് അതിന്റെ വളരെ ചുരുക്കമായ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ, അതൊരു ഒരു കോക്കസ് അല്ലെങ്കിൽ ഒരു മാഫിയ ഗ്യാങ്ങിൽ പോയി പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ കരിയറും നശിച്ച് അവർക്കിപ്പം സിനിമ പോലും ഇല്ലാത്ത വല്ലാത്തൊരു അവസ്ഥയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കോക്കസ് നിന്ന് അല്ലെങ്കിൽ ആ മാഫിയ ഗ്യാങ്ങിൽ നിന്ന് ഇപ്പോഴും അവർക്ക് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. ഇനി അത് പറ്റുന്ന കാര്യം അത്ര എളുപ്പമല്ല. കാരണം അത്രമാത്രം സാമ്പത്തികമായിട്ടും മറ്റു പല നിയമവിരുദ്ധമായ ആക്ടിവിറ്റീസും ഈ പുഴു സിനിമയുടെ ശേഷം, അല്ലെ പുഴു സിനിമ നടക്കുന്ന സമയത്ത് അവരെ ചുറ്റിപ്പറ്റിയിട്ട് അവരുടെ എക്സ്പീരിയൻസും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ ചാനലുകളും മറ്റു പല ഒഫീഷ്യൽ സംവിധാനങ്ങളും മിസ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് അതിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിക്ടിമാണ് ഞാൻ. അപ്പം കാരണം എന്നെ മാറ്റി നിർത്താന്നുള്ളത് ഇവരതൊക്കെ ആവശ്യങ്ങളായിരുന്നു. കാരണം ഞാൻ അവിടെ അവരെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ഈ ഇവരെ ഉദ്ദേശിച്ചിട്ട് അല്ലെ ഇവരെ പ്രൊഫൈൽ വെച്ചും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടന്നു വരില്ല. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്നെ ആദ്യമായിട്ട് അവര് മാറ്റി നിർത്തപ്പെട്ടതും. അതിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരം അഡ്വക്കേറ്റിനെ അടക്കം മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉദ്ദേശം അപ്പൊ ചിന്തിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, പൂർണ്ണമായിട്ട്, അതായത് നമ്മുടെ പ്രേക്ഷകർ ഇതൊന്നും കണ്ടിട്ടുണ്ടാവാതിരിക്കാം. എന്നിരുന്നാലും പൂർണ്ണമായിട്ടുണ്ടായ സംഭവങ്ങൾ ഒന്ന് പറയാമോ? തുടക്കം മുതൽ താങ്കൾക്കുണ്ടായ അനുഭവങ്ങൾ. കാരണം താങ്കൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതം തന്നെ തകർന്നു. അതിന്റെ പേരിൽ ഏറ്റവും സുരക്ഷിതമായി ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് തകർന്നു പോയത്. കുട്ടികളുടെ ഭാവി വല്ലാത്ത അവസ്ഥയിലായി, താങ്കളുടെ ഭാവി വല്ലാത്ത അവസ്ഥയിലായി. മാത്രമല്ല താങ്കളുടെ ഭാര്യയും വല്ലാത്ത അവസ്ഥയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട്. എന്താണ് ഉണ്ടായിട്ടുള്ളത്? തുടക്കം മുതൽ ഒന്ന് വിശദീകരിക്കാമോ? തുടക്കം മുതൽ പറയുകയാണെങ്കിൽ 2016 ഉണ്ടയുടെ ലൊക്കേഷനിൽ മമ്മൂക്ക ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ കുടുംബത്തിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ ഒറ്റ ധൈര്യത്തിൽ, ഒറ്റ ഗ്യാരണ്ടിയിൽ പുള്ളി എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും ചെയ്തു തരാന്നുള്ള ഒരു വാക്ക്. അന്ന് എൻ്റെ സുഹൃത്തും, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മാഹിക്കാരനായ എൻ്റെ സുഹൃത്ത്. പുള്ളി ആണ്, നമ്മൾ ഒരുമിച്ചാണ് ഡ്രൈവ് ചെയ്ത് വയനാട് വരെ പോയത് മാഹിന്ന്. എൻ്റെ കൂടെ വൈഫ് ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു.
ഇവരൊക്കെ സാക്ഷിയാണ് എന്ന് മമ്മൂക്ക തന്ന വാക്കുകൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒരു പ്രയാസങ്ങളും ഉണ്ടാവില്ല. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ല, അത് പേര് പിന്നീട് പറയാ, അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇപ്പൊ തോന്നില്ല. അറിയുന്നവർക്ക് മനസ്സിലാവും അത് ആരാ സുഹൃത്ത് എന്നുള്ളത്. എന്നെപ്പറ്റി എന്റെ സർക്കിളിലോ എന്നെ പറ്റി ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ആൾക്കാർക്ക് ആ സുഹൃത്ത് ആരാന്നുള്ളത് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അതിന്റെ മുമ്പ് 2010-11 മമ്മൂട്ടിനെ ഫസ്റ്റ് ഞങ്ങൾ കാണുന്നത് നമ്മുടെ പിന്നെ ഈ ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ട്. പക്ഷെ അന്ന് പുള്ളി ഒരു വാക്കോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. സപ്പോർട്ട് ചെയ്യാം, പക്ഷെ നീ ഒരുപാട് വളരേണ്ടതുണ്ട്, ഒരുപാട് പടങ്ങൾ അസോസിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്, അസിസ്റ്റന്റ് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് സ്ക്രിപ്റ്റുകൾ റെഫർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് വർഷങ്ങൾ എടുത്ത് 2016 മമ്മൂക്കാക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടാണ് ഉണ്ടയുടെ സെറ്റിൽ പോയി കാണുന്നതും ആ സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നതും. അതിന്റെ അടിസ്ഥാനത്തിൽ 2019 സിനിമ ചെയ്യാം, എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, കാരണം എന്താ വെച്ചാൽ എറണാകുളം കൊച്ചി എന്നുള്ളത് ഇന്ന് ഇത്രയും വളരെ കണക്ടിവിറ്റി ഉള്ളത്. ഞാൻ പറഞ്ഞു എനിക്കതിൽ പ്രയാസമൊന്നുമില്ല, അവരുടെ കരിയർ അല്ലേ, അത് പ്രകാരം കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അതുവരെ എവിടെയാ താമസിച്ചിരുന്നത്? ഞങ്ങൾ ഒരുമിച്ച് മദ്രാസിൽ കോടമ്പക്കത്ത് ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് 2003 ഞാൻ ഋത്തിനയുടെ പരിചയപ്പെടുന്നതും, അത് 5 കല്യാണം കഴിയുന്നത്. 5 മുതൽ ഞങ്ങൾ 2003 മുതൽ ഞങ്ങൾ ഒരുമിച്ച് ചെന്നൈയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മാഹിയിലെ വീട്? മാഹിയിലായിരുന്നെങ്കിലും ഞാൻ ഒരു 6th 7th വരെ മാഹിയിൽ പഠിച്ചിട്ടുള്ളൂ. അവിടുന്ന് ശേഷം കംപ്ലീറ്റ്ലി ഷിഫ്റ്റഡ് ആണ്. എന്റെ ഫാദറിന് ഇവിടെ ജോലിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുടുംബപരമായിട്ട് ഇവിടെയാണ് വിദ്യാഭ്യാസം തുടർന്നതും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ വീണ്ടും പഠിത്തമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി. പിന്നെ വീണ്ടും എനിക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെയൊക്കെയാണ് ഞാൻ വീണ്ടും ചെന്നൈയിൽ എത്തിപ്പെടുന്നത്. അതായത് 99 അവസാന ഘട്ടങ്ങളിൽ ആണ് വീണ്ടും ചെന്നൈയിൽ ഞാൻ ജോലിയായിട്ട് വരുന്നത്. അപ്പൊ അവിടുന്ന് അതിനുശേഷം ചെന്നൈ സെറ്റിലാണ്. ഈ റെത്തീനയായിട്ട് ഭാര്യയായിട്ട് എങ്ങനെയാണ് ആദ്യമായി കാണുന്നത്? ലവ് അഫെയർ ആയിരുന്നോ അല്ല അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അല്ലല്ല, ഞങ്ങളത് ഒരു പരിചയപ്പെട്ടുള്ള ഒരു മാരേജ് ആയിരുന്നു. കാരണം ഞങ്ങള് യാത്രയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഒരു മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് ചേരാൻ വേണ്ടി ട്രെയിനിൽ വരികയായിരുന്നു. ആ സമയത്ത് കണ്ടുമുട്ടി. അങ്ങനെ അവർ ഫസ്റ്റ് ടൈം വരികയായിരുന്നു മദ്രാസിൽ. അവരുടെ കൂടെ വേറെ അവരെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കൊടുത്ത് അങ്ങനെ അത് പരിചയമായി. പിന്നെ അതൊരു നമ്മളൊരു ഇഷ്ടപ്പെടലിലേക്ക് എത്തി. അങ്ങനെ അത് കല്യാണത്തിലേക്ക് വീട്ടിലൊക്കെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും പിന്നീട് അത് എല്ലാം ഇത് ചെയ്തുകൊണ്ട് 2005 ഡിസംബറിൽ പിന്നെ ഞങ്ങളെ മതാചാര പ്രകാരമുള്ള വിവാഹം കഴിയുമായിരുന്നു. എവിടെയുള്ള ആളാണ് രത്തീന? വീട് കോഴിക്കോട് ബാലുശ്ശേരി. ഓക്കെ. അങ്ങനെ അവിടുന്ന് പരിചയപ്പെട്ടു. അങ്ങനെ മാരേജ് 2005 കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് സിനിമാ മേഖലയിലേക്ക് വരാൻ കാരണം? സിനിമാ മേഖലയിലേക്ക് അവർ എത്തിപ്പെടുന്നത്, സിനിമാ മേഖലയിലേക്ക് വരണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവര് ബേസിക്കലി അവരൊരു ആർട്ടിസ്റ്റ് ആണ്. അതായത് അവര് ഡിസൈനറാണ്, ഗ്രാഫിക് ഡിസൈനറാണ്. പിന്നെ ആനിമേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് നല്ല നല്ല കഥകൾ, ചെറു കഥകളൊക്കെ എഴുതും. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ളത് either സീരിയൽ, സിനിമ അങ്ങനെയുള്ള ലെവലിലേക്ക് പോവാണല്ലോ. അപ്പം ഫസ്റ്റ് ഇവർക്ക് കിട്ടുന്ന ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പിന്നെ ഒരു ഫ്രഞ്ച് ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടുന്ന് അങ്ങനെ പ്രിയദർശന്റെ ഒരു പടത്തിന്റെ പോസ്റ്റർ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ആദ്യമായിട്ടുള്ള ഒരു വർക്ക് കിട്ടുന്നത്. അതായത് അറബി ഒട്ടകം എന്ന് പറയുന്ന ഒരു സിനിമ, മോഹൻലാലിന്റെ സിനിമ, പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന സിനിമ. ആ സിനിമയുടെ പോസ്റ്റർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവർ ഡിസൈൻ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയദർശന്റെ അടുത്ത് നിന്നൊക്കെ കുറെ അപ്രീഷിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് സിനിമയിൽ വളരാനുള്ള അവകാശമുണ്ട്, പല മേഖലകളിൽ ഇവർക്ക് ചെയ്യാന്നുള്ള. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഡിസൈനറായിട്ട് കയറി. പിന്നെ അത് പ്രൊഡക്ഷൻ 7 ആർട്സ് വിജയകുമാർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. പണ്ട് കാലത്ത് ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ്. ഈ പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, അങ്ങനെയൊക്കെയുള്ള പടങ്ങളുണ്ടല്ലോ, നമ്മുടെ അക്കരെ ഒരുപാട് ചെയ്ത ആളാണ് 7 ആർട്സ് വിജയകുമാർ. പുള്ളിയുടെ അടുത്ത് അസോസിയേറ്റ് ചെയ്യപ്പെട്ടു. ആ പുള്ളി പ്രൊഡക്ഷൻ പഠിച്ചു. അവിടുന്ന് അങ്ങനെ ഒരു സീരിയൽ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സീരിയൽ പ്രൊഡക്ഷൻ കിട്ടി. ആ ഒരു സീരിയൽ ഒരു 300-350 എപ്പിസോഡ് അവർ പ്രൊഡക്ഷൻ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പല ഡയറക്ടേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് പടങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടി. വിജയകുമാറിന്റെ കൂടെ തന്നെ ബോളിവുഡ് മൂവി പോയിട്ട് അസിസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടി. അങ്ങനെ വളർന്നു വരുന്ന ആ കൂട്ടത്തിൽ ഇവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മമ്മൂട്ടിനെ ഇവര് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, മമ്മൂട്ടിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 2010 പോയി കാണുന്നത്.
അപ്പൊ അന്ന് വളരെ ബേസിക് ആയ ആളായിരുന്നു. അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഒരുപാട് വളരേണ്ടതുണ്ട്, ഒരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്നെ പോലത്തെ ഉള്ള ഒരാൾ പടം ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല, നീ എക്സ്പീരിയൻസ് ചെയ്ത് വരിക, വീണ്ടും നമുക്ക് ഒരു കാലത്ത് കാണാം എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മീറ്റിംഗ് പോലെ കണ്ടു പിരിഞ്ഞു. മമ്മൂട്ടിയുടെ മാനേജർ ജോർജ് മുഖേനയാണ് അവിടെ എത്തുന്നത്. ജോർജിനെ നമുക്ക് കണക്ട് ചെയ്യുന്നത് ഇവിടെ ചെന്നൈയിലുള്ള ഒരു ജയറാം രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാബു സുരേൽ സാറിന്റെ ഒക്കെ ഒരു റൈറ്റ് ഹാൻഡ് ഉണ്ട്. പുള്ളി ഫിലിം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പുള്ളിയാണ് കണക്ട് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും എനിക്ക് കൊച്ചിയിലുള്ള പാർട്ട്ണർ ഉണ്ട് എന്റെ ബിസിനസ് നോക്കുന്നത്, പുള്ളിയും ഞാനും റത്തീനയും കൂടെയാണ് പോയി കാണുന്നത്. അങ്ങനെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ അന്നേരം ഒന്നും ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടൊന്നും പുള്ളിന്റെ കാര്യത്തിൽ, പക്ഷെ 2016 അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് കിട്ടി. വയനാട്ടിൽ നിന്നാണ്, ഉണ്ടയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് പുള്ളിക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു, നീ ഷിഫ്റ്റ് ചെയ്യണം, കാരണം ഇപ്പം ചെന്നൈയിലല്ല, കംപ്ലീറ്റ് മലയാള മൂവി കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പൊ ചെന്നൈയിൽ നിന്ന് ചെയ്യൽ ബുദ്ധിമുട്ടാണ്, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊച്ചിയിൽ വന്ന് ഒരു 3-4 സിനിമയൊക്കെ ചെയ്ത് ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ നീ എവിടെ ചെയ്ത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രാധാന്യമല്ല, എവിടെ പോയാലും ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കുട്ടികളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രയാസം. പക്ഷെ അതൊക്കെ പുള്ളി തന്നെ ഏർപ്പാടൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഷിഫ്റ്റ് ആയി. സെക്കൻഡ് ഹാഫിലായിരുന്നു. മമ്മൂട്ടി തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. കുട്ടികളുടെ മമ്മൂട്ടിന്റെ സഹായങ്ങൾ ഉണ്ടായിരുന്നു. സഹായങ്ങൾ, അതായത് നമ്മൾ എവിടെയൊക്കെ പുള്ളിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ ചോയ്സ് സ്കൂളിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയത് അങ്ങനെ തന്നെയാണ്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ 2019 സെക്കൻഡ് ഹാഫോ അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടറോ ചെയ്യാന്നുള്ളതാണ് പിന്നെ മമ്മൂട്ടിയുടെ ഒരു പ്ലാന്, ഇവരുടെ പടം. അപ്പൊ 19 നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പൊ 19 ഷിഫ്റ്റിങ് 18 കാരണം അതിനിടയിൽ ഒരു സിനിമ ഇവർക്ക് വന്നു, ഉയരെ എന്ന് പറഞ്ഞ പാർവതിയുടെ ഒരു സിനിമ വന്നു. അത് കംപ്ലീറ്റ്ലി കേരളത്തിൽ ഷൂട്ടിംഗ് ആയപ്പോൾ ഇവരതിന്റെ കംപ്ലീറ്റ് പ്രോജക്ട് മാനേജ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻ അല്ല, PVGയുടെ മക്കൾ അവരുടെ എസ്ക്യൂബ് എന്ന് പറയുന്ന പടത്തിന്റെ ഇതില് അവര് അപ്പം 19 ഷിഫ്റ്റ് ചെയ്യാൻ നിന്നത് 18 തന്നെ ഷിഫ്റ്റ് ആയി. അപ്പൊ ഷിഫ്റ്റ് ആകുന്ന തൊട്ട് മുമ്പാണ് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടത് പലതവണ, ഈ രാജേഷ് കൃഷ്ണനെ പരിചയപ്പെടുന്നത്. ഒരു പാർലമെന്റ് വിസിറ്റ് ഉണ്ടായിരുന്നു എന്റെ മകന്റെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട്. ഈ രാജേഷ് കൃഷ്ണൻ ആരാണ്, എവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്, എങ്ങനെയാണ്? രാജേഷ് കൃഷ്ണന എനിക്ക് ഈ നമ്മുടെ ഒരു ഡൽഹി ട്രിപ്പിൽ ഒരു പാർലമെന്റ് പാസിന്റെ ഒരു ഇതായിട്ടാണ് ഫസ്റ്റ് ബന്ധപ്പെടുന്നത്. MP ഗോവിന്ദ മാഷിന്റെ മകനാണ് പരിചയപ്പെടുത്തിയത്. 2018 ജനുവരി 26 റിപ്പബ്ലിക് ഡേന്റെ ഡേ ആ സെലിബ്രേഷന് നമ്മൾ പോയതായിരുന്നു. എന്റെ മകനൊരു അവിടെ പരേഡിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പാസ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുടുംബസമേതം പോയതായിരുന്നു. അവിടുന്ന് അങ്ങനെ പാർലമെന്റ് ഒക്കെ കാണാന്നുള്ള, കാരണം നമ്മൾ ഡൽഹിയും ജയ്പൂറും ആഗ്രയൊക്കെ മുമ്പ് പോയി കണ്ടതാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്താ കാണുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പാർലമെന്റ് കാണാന്നുള്ള ഒരു അവസരം പുള്ളി ഒരുക്കി തന്നു. അത് ഈ ഷ്യാമിനെ വിളിച്ചപ്പം PK ബിജു മുഖേന പുള്ളി പാസ്, അങ്ങനെ ജസ്റ്റ് ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പരിചയം പിന്നീട് നമ്മൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആകുന്ന സമയത്ത് ഇവന്റെ പല സഹായങ്ങളും നമുക്ക് വേണ്ടി വന്നു. ഒരു ഫിലിം പ്രൊഡ്യൂസേഴ്സിന്റെ ലോബി മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടറാണ് എന്നുള്ളത് അന്നേരം മനസ്സിലായി. അപ്പൊ നമുക്ക് ഓൾറെഡി ഹെൽപ്പ് ചെയ്ത ഒരാൾ, അയാളടുത്ത് ഹെൽപ്പ് കൂടുതൽ ആവശ്യപ്പെടാൻ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ആൻഡ്രോ ജോസഫിനെ പോലത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ. അതൊക്കെ ഈ പുള്ളിയാണ് മാനേജ് ചെയ്തത്. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്ത് പിന്നെ ആ ഒരു ബന്ധം കൂടുതൽ അവര് തമ്മിൽ അടുപ്പിച്ചു. അങ്ങനെയാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ 19 ചെയ്യേണ്ട സിനിമ അപ്പോഴത്തേക്ക് ഉയരെ ഇവര് ചെയ്തു, എല്ലാം കഴിഞ്ഞു. 19 സിനിമ വരുന്നു. ആ സിനിമ മമ്മൂട്ടിയുടെ സിനിമയായിട്ട് മുമ്പോട്ട് പോകുന്നു. പക്ഷേ 19 സെപ്റ്റംബർ ഒക്ടോബറിലായിരുന്നു മമ്മൂക്ക ഡേറ്റ് പ്ലാൻ ചെയ്തത്. അതൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരുന്നു, ഒരു ട്രാവലിംഗ് മൂവി ആയിരുന്നു, ത്രൂ ഔട്ട് ട്രാവലിംഗ് മൂവി ആയിരുന്നു. അപ്പോഴാണ് ആ ഒരു പുള്ളിക്കാർ ഒക്ടോബർ നവംബർ എന്നുള്ളത് പുള്ളിക്ക് ബാക്ക്ലോഗ് കാരണം തീർക്കാൻ കഴിയാത്തത് കൊണ്ട് ആ പടം മാർച്ചിലേക്ക് വീണ്ടും റത്തീനയുടെ പടം പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ മാർച്ചിലാണ് കോവിഡ് വരുന്നത്. ഈ കഥ, റത്തീനയുടെ കഥ ആരെഴുതിയത്? റത്തീന എഴുതിയതാണ്. എഴുതിയതാണ്, തിരക്കഥ എല്ലാവരും. ആ കഥ ഇന്നും മമ്മൂട്ടിയുടെ കയ്യിലുണ്ട്. പുള്ളിക്ക് അത് ചെയ്യാൻ വേണ്ടി പുള്ളി ഇന്ന് അന്നേ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അന്ന് അത് ചെയ്യേണ്ട പടം, അന്ന് അതിനു വേണ്ടിയിട്ട് ആ റത്തീന എഴുതിക്കൊണ്ടിരിക്കുന്ന, അതായത് ശരിക്കും പുള്ളിക്കാരത്തിയുടെ ഫസ്റ്റ് പടത്തിൽ വരേണ്ടത് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ റത്തീന എന്നായിരുന്നു വരേണ്ടത്. ഓക്കെ, പക്ഷെ അത് സാഹചര്യങ്ങൾ കാരണം ആ പടം അന്ന് ചെയ്യാൻ പറ്റിയില്ല. കാരണം കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ട്രാവലിംഗ് മൂവി. അപ്പൊ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാക്സിൻ പോലും വന്നിട്ടില്ല, അപ്പൊ നമുക്കിത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവരുടെ വിഷമവും കാര്യങ്ങളും കണ്ടപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്റെ സ്ലോട്ട് എനിക്ക് ഇപ്പൊ അവൈലബിൾ ഉണ്ട്, പക്ഷെ
നിനക്കിപ്പം ആ പടം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സംഗതി നിനക്ക് ഒപ്പിക്കാൻ, എന്നിട്ട് നമുക്ക് ഈ മറ്റേത് പിന്നെ ചെയ്യാം, നിന്റെ ഡേറ്റ് ഞാൻ തന്നിരിക്കുന്ന ഡേറ്റിൽ എന്തെങ്കിലും, അങ്ങനെ ഒരു തട്ടിക്കൂട്ടൽ സംഭവമാണ് ഈ പുഴു കയറി വരുന്നത്. അപ്പൊ പുഴുവിനെ അവരെ മുമ്പിൽ തന്നെയാണ് ഇതൊക്കെ, അന്ന് അവരെന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. പുഴുവിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് പുഴുവിന്റെ കഥ എന്താണെന്ന് താങ്കൾക്ക് അറിയുമായിരുന്നോ? ഇല്ല, എനിക്കറിയില്ല. ഒന്നാമത് ഞാൻ ഈ സിനിമയിൽ അങ്ങനെ ഇവരുടെ പേഴ്സണൽ ഈ കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടാറില്ല. പക്ഷെ എൻ്റെ അടുത്ത് എന്തും ഷെയർ ചെയ്യായിരുന്നു, ഇന്നതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. പുഴു അപ്പം ഈ ഉണ്ടയുടെ റൈറ്ററെ വിളിച്ചു, മമ്മൂക്ക. ഇവരെ എഴുത്തിയും കൊണ്ടുതന്നെ മമ്മൂക്കയുടെ വീട്ടിൽ നിന്നാണ് അത് സംഭവം. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഹർഷദ്, ഇങ്ങനെ ഒരു എനിക്കറിയാലോ നമ്മുടെ റത്തീന മദ്രാസിൽ നിന്ന് വന്നിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പം 1 വർഷത്തോളമായി, 1 വർഷം കഴിഞ്ഞു. അപ്പൊ അവരെ വാക്ക് എനിക്ക് ഫുൾഫിൽ ചെയ്യണം. അപ്പം അവരെ പടം ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ട്രാവലിംഗ് പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വാക്സിനൊക്കെ എല്ലാം വന്ന് നോർമൽ ആയാലേ ആ പടം ചെയ്യാൻ പറ്റും. അപ്പൊ അതുവരെ അവർ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ ഇത്രയും വർഷം കാത്തു നിന്ന് ഫൈനലി ഇപ്പൊ ഇവർക്കും ഇവരതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ഉദ്ദേശ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് മാനസികമായ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊരു ഭാഗത്ത് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നീണ്ടുപോകുന്നതിന്. അതിനെതിരെ ഡോക്ടറെ കാണലും മെഡിസിനും കാര്യങ്ങളിലായിട്ട് അത് പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പുള്ളിക്ക് അറിഞ്ഞതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ വിളിച്ചു. അപ്പൊ പുള്ളിക്കാരൻ അപ്പൊ തന്നെ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു ഒരു സാധനം ഉണ്ട്, പക്ഷെ അത് പിന്നെ എന്താ പറയാ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. ഞാനത് വേറെ ആളെ ഉദ്ദേശിച്ചിട്ട് എഴുതിയ സാധനമാണ്. അതിൽ ഇങ്ങനെ നെഗറ്റീവ് റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നീ കൊണ്ടുപോകാൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിനെ വിളിച്ച് അങ്ങനെയാണ് ഇവരെ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി തയ്യാറാവുന്നത്. അപ്പൊ ആ സമയത്താണ് ഇതിന് വേറെ പ്രൊഡ്യൂസറും ഓൾറെഡി ഈ റത്തീന എഴുതിയ സ്ക്രിപ്റ്റിന് പ്രൊഡ്യൂസറൊക്കെ റെഡി ആയിരുന്നു. അപ്പൊ അവര് സ്ക്രിപ്റ്റ് മാറിയ ശേഷം ആ പ്രൊഡ്യൂസർ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ വേറൊരു പ്രൊഡ്യൂസറെ ഇവരെന്നെ കണ്ടെത്തി. ആ പ്രൊഡ്യൂസർ വന്ന് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് ടൈറ്റിൽ മാറ്റി സംഭവം അനൗൺസ് ചെയ്യുന്ന സമയത്താണ് ഈ രാജേഷ് കൃഷ്ണ പോയിട്ട് പറയുന്നത്, എനിക്ക് ഇതിനകത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവണം എന്ന് പറഞ്ഞപ്പോൾ മറ്റേ പ്രൊഡ്യൂസർ സമ്മതിച്ചില്ല. ആ പ്രൊഡ്യൂസർ പറഞ്ഞു, എനിക്കൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവശ്യമില്ല, കാരണം എൻ്റെ അടുത്ത് കാശുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവനെന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്കിതിലായേ പറ്റൂ എന്നുള്ള രീതിയിൽ അവൻ്റെതായ പവർ ലോബികളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ആ പ്രൊഡ്യൂസറെ പുറത്താക്കി. എങ്ങനെയാണ്? ഹണി ട്രാപ്പ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് പുള്ളിനെ വളരെ മോശമായി ചിത്രീകരിച്ച് മമ്മൂട്ടിന്റെ മുമ്പിൽ മോശമായ ചിത്രീകരണം നടത്തി. മമ്മൂട്ടി അത് വിശ്വസിച്ചു. നമുക്കത് വിശ്വസിച്ചിട്ട് പുള്ളിനെ മാറ്റിയാണ് ചെയ്തത്. പിന്നെ ആ പടം വീണ്ടും നിന്നപ്പം ഇദ്ദേഹം പ്രൊഡ്യൂസറായി അവതരിച്ച് ജോർജിന്റെ മുമ്പിൽ. ജോർജിന്റെ അടുത്ത് പറയൂ, കംപ്ലീറ്റ് പടം ചെയ്യാനുള്ള പണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ജോർജിന്റെ കമ്പനിയിൽ ഇദ്ദേഹത്തിന്റെ ഈ പല എന്താ സോസ് എന്നൊന്നും പോലും അറിയില്ല. കാരണം 2016 വരെ ഇദ്ദേഹം ഒരു വട്ടപൂജയായിട്ടുണ്ടായ ആള് 2016 പിണറായി സർക്കാരിന്റെ വരവോട് കൂടിയിട്ടാണ് ഇദ്ദേഹം പ്രോപ്പർട്ടിയും മറ്റേ UK കമ്പനികൾ രജിസ്റ്റർ ചെയ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പിട്ട് പോകുന്നത്. ഈ രാജേഷ്, എന്താ പേര്? രാജേഷ് കൃഷ്ണ അദ്ദേഹം മുമ്പ് ആരായിരുന്നു? എന്താണ് ഇതിലുള്ള ബന്ധം? അദ്ദേഹം പണ്ട് കാലത്ത് SFIയുടെ പത്തനംതിട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആണ് എന്നാണ് ഞാൻ ഈ MP രാജേഷ്, PK ബിജുവിനെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മനസ്സിലായത്. പിന്നീട് ഒരു ബ്രേക്ക് എടുത്ത് പുള്ളി UK പോയി. അതായത് പുള്ളിക്കാരന്റെ വൈഫ് അവിടെ സെറ്റിൽ ആയിരുന്നു. അപ്പൊ ഡിപ്പെൻഡിങ് വിസയിൽ പോയ ആളാണ്. ഇവിടുന്ന് പല പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ട് വീട്ടിലൊക്കെ ഇഷ്യൂസ് ഒക്കെ ആയപ്പം അങ്ങനെ കൊണ്ടുപോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടുന്ന് പിന്നെ വീണ്ടും ഈ VS അച്യുതാനന്ദന്റെ കാലത്തൊക്കെ പുള്ളി പല അറ്റംപ്റ്റുകൾ നടത്തിയെങ്കിലും പുള്ളിക്ക് ഒരു എൻട്രി കിട്ടിയില്ല. ഓക്കെ, അങ്ങനെ പുള്ളി ആ ഒരു ഇതിൽ അവിടെ ഇങ്ങനെ ഒരു ഈ ജേർണലിസ്റ്റുകൾക്ക് മലയാളത്തിലുള്ള പല പത്ര സ്ഥാപനങ്ങൾക്കും UK ന്യൂസുകൾ കൊടുക്കലും അങ്ങനെയുള്ള ഒരു വർക്ക് ഫ്രം ഹോം ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡിപ്പെൻഡിങ് വിസയിൽ കഴിയുന്ന ആള് 16 പിണറായി സർക്കാർ വന്നതിന്റെ ശേഷമാണ് പുള്ളിയുടെ വിസ മാറുന്നതും പ്രൊഫൈല് മാറുന്നതും ഈ സുപ്രഭാതത്തിൽ ഒരു കോടീശ്വരനാകുന്നതും അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു, UK കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹം ഒരു വലിയ പുള്ളിയാണ്, വലിയ പ്രൊഫൈലാണ്, കേരളത്തിലുള്ള പല മന്ത്രി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ അന്നേരം ഈ പ്രൊഫൈലും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ ഈ ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അന്വേഷിച്ചപ്പാണ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പിടുത്തം കിട്ടിയത്. ഈ രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുത്തിയത് ശ്യാമാണ്. ശ്യാം എന്ന് പറയുന്നത് MV ഗോവിന്ദന്റെ മകനാണ്. അതെ. അവര് തമ്മിലുള്ള ബന്ധം എന്താണ്? അവര് തമ്മിലുള്ള ബന്ധം പല സാമ്പത്തിക ഇടപാടുകളുണ്ട്.
പിന്നെ മാഷ് അന്ന് സെക്രട്ടറി അല്ലെങ്കിലും പക്ഷെ അവരെ ശ്യാം ഒബിയസ്ലി സിനിമയിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ വിവാദ സംവിധായകൻ രഞ്ജിത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പോ വർഷങ്ങളായിട്ട് രഞ്ജിത്തിന്റെ കൂടെയാണ് ശ്യാം. അപ്പൊ ശ്യാമിന് സിനിമ ചെയ്യാനുള്ള പല ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണെന്നുള്ള കൂടിയാണ് അറിഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് കാരണം മാഷ് വളരെ അറിയാലോ, മാഷ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് മനുഷ്യരാണ്. മാഷിന്റെ അടുത്തുനിന്ന് അങ്ങനെയുള്ള ഒരു നിയമം വിട്ടിട്ടുള്ള ഒരു സഹായമൊന്നും മക്കളായാലും ആർക്കായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവനെ ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് അവന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് എനിക്ക് പരിചയമുണ്ട് ശ്യാമിനെ. അപ്പം എനിക്കൊരു സഹായം വന്നപ്പോ പുള്ളി ഹെൽപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഏതോ ഒരു കേസിൽ താങ്കൾ ഇടപെട്ടിട്ടില്ലേ? അതെന്താണ്? അതൊരു ഞാൻ ഇടപെടാൻ കാരണം അതൊരു സെറ്റിൽമെന്റ് കേസ്. ആ സെറ്റിൽമെന്റ് കേസിൽ പിന്നെ വലിയൊരു മലബാറിലുള്ള ഒരു വലിയ വ്യവസായിനെ പണം വാങ്ങിച്ച് പറ്റിച്ചതാണ്. അപ്പൊ അതിൽ സെറ്റിൽമെന്റ് വരുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് ഞാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഓപ്പോസിറ്റ് സൈഡിൽ ശ്യാമിന് വേണ്ടി വരുന്നത് രാജേഷ് കൃഷ്ണയാണ്. അങ്ങനെയാണ് രാജേഷ് കൃഷ്ണയായിട്ട് കൂടുതൽ നമ്മൾ രാജേഷ് കൃഷ്ണന്റെ പവറും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൽ നിന്ന് പിന്മാറി പോകേണ്ട വന്നു. കാരണം എന്താ വെച്ചാൽ ഇവരടുത്ത് ഭരണകക്ഷി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹം പിന്നെ കാശിന് വേണ്ടി ഇതില്ലെങ്കിൽ അവളുടെ വ്യവസായവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാവും എന്ന് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം അത് ഒഴിവാക്കി പോയി. എത്ര കോടി ഉറുപ്പിയായിരുന്നു അത് ഇടപാട് തട്ടിപ്പ് നടന്ന്? അത് ഏകദേശം ഒരു 2 കോടി രൂപയോളം വരും. ഓക്കെ. അപ്പൊ ഈ രാജേഷ് കൃഷ്ണ താങ്കളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാ കയറി വരുന്നത്? ഇതോടൊപ്പം ഈ രാജേഷ് കൃഷ്ണ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് കഴിഞ്ഞു, ഈ ടിക്കറ്റിന്റെ ഹെൽപ്പ് കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ പല ആൾക്കാരുടെ അടുത്തുനിന്നും പല ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാസ്, പാർലമെന്റ് പാസ്, അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്പർ പോലും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് രാജേഷ് കൃഷ്ണനെ കാണുന്ന ഈ മധ്യസ്ഥ സമയത്താണ്, ഈ ഇതിന്റെ സമയത്ത്. അപ്പൊ ആ സമയത്താണ് പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായത്. പിന്നെ വീണ്ടും എനിക്ക് ഈ ആൻഡോ ജോസഫ് പോലെയുള്ള ആൾക്കാരുടെ അടുത്തു നിന്നുള്ള പ്രശ്നങ്ങൾ വൈഫ് നേരിടാൻ തുടങ്ങിയപ്പോൾ ആ സമയത്താണ് പിന്നെ വീണ്ടും ഈ രാജേഷ് കൃഷ്ണന്റെ ഹെൽപ്പ് നമ്മൾ ശ്യാമ മുഖേന നേടുന്നത്. എന്താണ് ഈ ആൻഡോ ജോസഫിന്റെ അടുത്തുണ്ടായ പ്രശ്നം? അല്ല, അത് അവര് വൈഫ് തമ്മിലുള്ള എന്തോ ഒരു പഴയ ഒരു സെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന എന്തോ ഒരു വിഷയമാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള എന്തോ ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു വിഷയം, ആ ഒരു വൈരാഗ്യം ഈ അദ്ദേഹം വെച്ചും കൊണ്ട് ഇവർക്ക് സിനിമയിൽ ഈ അന്ന് അദ്ദേഹം എന്തോ ചാമ്പറിന്റെ പ്രസിഡന്റ് എന്തോ ആണ്. അപ്പൊ ഇവരുടെ പേപ്പർ ഇന്റൻഷ്യലി ഹോൾഡ് ചെയ്യപ്പെട്ടു അവിടെ ചാമ്പറിൽ, ഈ മമ്മൂട്ടിയുടെ. അപ്പൊ മമ്മൂട്ടി ആണെങ്കിൽ അതിൽ ഇടപെടുന്നില്ല, കാരണം ആന്റോ മമ്മൂക്കയുടെ ആളാണ്. അപ്പൊ അതിൽ പുള്ളിക്കാരനൊരു ലിമിറ്റ് ഉണ്ടാവാം. അങ്ങനെ രാജേഷ് കൃഷ്ണ ഇടപെട്ടപ്പാണ് പല ആളും നമ്മൾ ബന്ധപ്പെട്ടു, പല ആൾക്കും അത് തീർക്കാൻ പറ്റിയില്ല. പക്ഷെ രാജേഷ് കൃഷ്ണ ഇടപെട്ടപ്പം ആന്റോനെ അത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട വന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലായ ആന്റോന്റെ വൺ ഓഫ് ദ ഫണ്ടറാണ് രാജേഷ് എന്നുള്ളത്, ആന്റോന് വേണ്ടി ഫണ്ട് ചെയ്യുന്ന ആള്. അപ്പൊ അന്ന് വരെ ഈ പുഴു വരുന്നത് വരെ രാജേഷ് കൃഷ്ണ ഫിലിം മേഖലയിൽ ഫണ്ട് ചെയ്യപ്പെടുന്ന ആളാണ്. പക്ഷെ പുള്ളിയുടെ പ്രൊഫൈലോ കാര്യങ്ങളോ ആരും പുറത്ത്, കാരണം ഈ നോർമലി വലിയ വലിയ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് ഫണ്ട് ചെയ്യുന്ന ആൾ അവർ പുറത്തു വിടില്ല. അതിപ്പോ ഏത് ഫിലിം ഇൻഡസ്ട്രി എടുത്തോട്ടെ, കാരണം അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ പിന്നീട് ഇവർ ഔട്ടാവും, അവർ വരും. അതുകൊണ്ട് അവർ ആ ടേംസ് എങ്ങനെയാന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ആരാന്ന് ഒരിക്കലും അറിയില്ല. പല ആൾക്കാരുടെ അടുത്ത് നിങ്ങളൊരു ബ്രാൻഡഡ് പ്രൊഡ്യൂസർ ആണെങ്കിൽ അവർ ഒരു പടം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പല സോഴ്സിൽ ഫണ്ട് കിട്ടും, ന്യായമായ റിട്ടേൺസ് വെച്ചിട്ട്. അങ്ങനെയാണ് രാജേഷ് പുള്ളിയുടെ ഫണ്ടർ ആണെന്നൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ട് അപ്പൊ നമുക്കൊരു ഹെൽപ്പ് ചെയ്തെന്ന ആള്, നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ആള്, അപ്പൊ ഇവന്റെ നമ്മൾ തമ്മിൽ ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധായി. പുള്ളിയുടെ ഫാമിലി വന്നു വെക്കേഷനിൽ നമ്മളെ കൊച്ചി ഫ്ലാറ്റിൽ വന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. ഇയാളുടെ ഭാര്യന്റെ അച്ഛനെയും ഇവരെ എല്ലാവരെയും നമുക്ക് അറിയായിരുന്നു. അപ്പൊ അവര് തമ്മിൽ അങ്ങനെയാണ് രാജേഷ് കൃഷ്ണ പുള്ളിയുടെ കൊച്ചിയിൽ നടക്കുന്ന സെക്യൂരിറ്റി ബിസിനസ് ചെന്നൈയിലേക്ക് വ്യാപിപ്പിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ്, നിങ്ങൾ നമുക്ക് ഇത്രയും വലിയൊരു കാര്യം ചെയ്തെന്നല്ലേ, നമ്മൾ എന്തായാലും തയ്യാറാന്ന് പറഞ്ഞിട്ട് ആ സ്ഥാപനം ഇവിടെ ചെന്നൈയിൽ തുടങ്ങി അതിനൊരു നല്ലൊരു ബിസിനസ് ശൃംഖല ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മളെ ഈ പുഴുവിന്റെ സ്ക്രിപ്റ്റൊക്കെ ഞാൻ ഈ ഇവരുടെ ലാപ്ടോപ്പിൽ കാണാൻ തുടങ്ങിയത്. അപ്പൊ ആ സമയത്താണ് ഞാൻ എൻ്റെതായ പ്രശ്നങ്ങൾ പറഞ്ഞാൽ, ഇങ്ങനെ ഒരു സിനിമ, നിന്റെ ആദ്യത്തെ സിനിമ, ഇങ്ങനെ ഒരു സിനിമ ചെയ്യണോ? കാരണം നമുക്കൊക്കെ എല്ലാ വിധത്തിലുള്ള സുഹൃത്തുക്കളും ഉണ്ട്, ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അപ്പൊ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യലേ മാർഗമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ഇല്ല. എന്താണ് ആക്ച്വലി താങ്കളെ വിഷമപ്പെടുത്തിയ സംഭവം സ്ക്രിപ്റ്റില്? അല്ല, ആ സ്ക്രിപ്റ്റിൽ അതന്നെ മമ്മൂക്ക കൈകാര്യം ചെയ്യുന്ന ആ റോൾ തന്നെ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ. അദ്ദേഹം പിന്നെ ഒരു എന്താ പറയാ, ഒരു എന്താണ് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മളിപ്പം ഒരു സവർണരുടെ ഭയങ്കരമായ അധികാരം
ഉള്ള ഒരാള്. അപ്പം പെങ്ങള് ഒരു നോർമൽ ആളെ കല്യാണം കഴിച്ചപ്പം അവനെ വകവരുത്തുക. അപ്പൊ അതൊരു വേറൊരു എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സിഗ്നൽ എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ നമ്മളത് വായിക്കും. സ്വന്തം പെങ്ങളെ ഭർത്താവായാൽ പോലും നീ നമ്മുടെ കാസ്റ്റ് അല്ലെങ്കിൽ ജാതിയിലുള്ള ആളല്ലെങ്കിൽ അവനെ വെച്ചിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു 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 സന്ദേശമാണല്ലോ അതിൽ കൂടെ കൊടുക്കപ്പെടുന്നത്. അത് എനിക്ക് ഉണ്ടായ അഭിപ്രായ വ്യത്യാസം, എന്റെ ഭാര്യ അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യത്തെ സിനിമയായിട്ട്. കാരണം നമുക്കത് പല മേഖലകളിൽ ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം, അല്ലെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും ഈ ഒരു എക്സ്ട്രീം ഒരു റിലീജിയനിലെ അങ്ങനെയുള്ള ഒരു ഇതല്ല. നമ്മളൊക്കെ വളരെ നോർമലായിട്ട് ജീവിക്കുന്ന മുസ്ലിം ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും വളരെ ഫോർവേഡായിട്ട് രാജ്യത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും സുഹൃത്തുക്കളും എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിൽ ജീവിക്കുന്ന കുടുംബങ്ങളാണ്. ജാതി മതം നോക്കാതെ എല്ലാവരെയും നല്ല സൗഹൃദ ബന്ധം. അതെ, നമുക്ക് നമ്മളെ മതം പോലെ തന്നെ നമ്മൾ അന്യരെയും നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ അന്യമതസ്ഥര എന്റെ അഫ്കോഴ്സ് എനിക്ക് കൂടുതലുള്ള സുഹൃത്തുക്കളും എന്റേത് അന്യമതസ്ഥരാണ്. എനിക്ക് ചെന്നൈയിൽ എനിക്കിപ്പോ എന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ കൂടുതലും അപ്പർ കമ്മ്യൂണിറ്റി ആൾക്കാരാണ്. അപ്പൊ അവരെ മുമ്പിലൊക്കെ നീ എന്തിനാണ് നീ നമ്മുടെ ഇങ്ങനെ ഒരു വൈഫ് ഇങ്ങനെ ഒരു ഇത് ചെയ്തെന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് മറുപടി പറയൽ ഒരു പ്രയാസമുള്ള കാര്യമാണല്ലോ. താങ്കൾ എന്താണ് ചെയ്യുന്നത് ആക്ച്വലി? ചെയ്യുന്നതാണ് എങ്ങനെ? താങ്കൾ എന്തായിരുന്നു ആ സമയത്ത്, എന്ത് ബിസിനസ് ആയിരുന്നു ആ സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ഞാൻ 2010 ബിസിനസ് ആരംഭിക്കുന്നത്. അതായത് ഞാൻ അതുവരെ ജോലി ചെയ്ത ആളായിരുന്നു, നല്ല ഹൈ പ്രൊഫൈലിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഇവരുടെ സിനിമയായിട്ടുള്ള ബന്ധപ്പെട്ട് ഇവരുടെ രാത്രിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ, ചെറിയ മോനുണ്ട്, ആദ്യത്തെ മൂത്ത മോൻ അപ്പൊ ചെറുതായിരുന്നു. അപ്പൊ അതെല്ലാം ബുദ്ധിമുട്ടായിട്ട് ഞാൻ ജോലി വിട്ടിട്ട് ചെറിയൊരു ബിസിനസ് ചെയ്തു. ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഒരു കമ്പനി, ഞാൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് പല രാജ്യത്തു നിന്ന് കൊണ്ടുവരാന്നുള്ളതാണ്. ഫാർ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പല മെറ്റീരിയൽ, ചൈന, ഇന്തോനേഷ്യ, മലേഷ്യ ഇങ്ങനെയുള്ള സ്ഥലത്ത് ബിൽഡിംഗ് മെറ്റീരിയൽ സാധനങ്ങൾ സോഴ്സ് ചെയ്തിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യുക. പിന്നെ ഇവിടുന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് സിമന്റ് എക്സ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കമ്പനി, ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എനിക്ക് രാജേഷിന്റെ ഈ സെക്യൂരിറ്റിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതും ഞാൻ ഈ ചെന്നൈയിൽ എന്റെ കമ്പനിയുടെ ഇതിൽ തന്നെ അഡീഷണൽ ലൈസൻസും കാര്യങ്ങളെല്ലാം എടുത്ത് സെപ്പറേറ്റ്, കാരണം അതൊരു UK ബേസ്ഡ് കമ്പനിയാണ്, വലിയ കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടേതായ സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യണം. ആ കമ്പനിക്ക് ഇവിടെ ഒരു ബ്രാഞ്ചും കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു ബിസിനസ്സും നമ്മൾ തുടങ്ങി. അതും നല്ലൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം. അപ്പം ഈ പിന്നെ പുഴു സിനിമ നമ്മൾക്ക് ഇഷ്ടമില്ലാതെതായി, അതിന് ശേഷം ഉണ്ടായുള്ള സംഭവ വികാസങ്ങൾ എങ്ങനെയാണ്? അല്ല, അതിന്റെ ശേഷം പുഴു ഷൂട്ടിംഗ് തുടങ്ങുന്ന മുമ്പ് തന്നെ നമ്മളെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിരുന്നു. അഭിപ്രായ വ്യത്യാസം വരാൻ വ്യത്യാസം ഒന്നാമത് ഈ പടം ചെയ്യണ്ടെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാനത് ഇവരെ ഇതില് പിന്നെ എന്താ പറയാ, ഇവരെ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അത് കൂടുതൽ ഇവർക്ക് ചിലപ്പം ശാരീരികമായും മെന്റലി അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് ചിലപ്പം വന്നേക്കാം. കാരണം ഇവരൊരു വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്ന ആൾക്ക് ഒരു സാധനം കിട്ടിയതിന് ഞാൻ കാരണം പോണ്ട, ഓക്കെ ഇപ്പൊ ചെയ്യട്ടെ, നമുക്ക് എന്താന്ന് വെച്ചാൽ കാണാന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്താണ് പിന്നെ നമുക്ക് എന്താ പറയാ, ഈ രാജേഷ് കൃഷ്ണൻ എത്രമാത്രം ഇവരുടെ ജീവിതത്തിൽ കയറി ഇൻവോൾവ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, പല രീതിയിലും. അപ്പൊ അതെനിക്ക് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും താങ്കള് അർത്ഥമാക്കുന്നത് ഒരു സൂചന നൽകാമല്ലോ, താങ്കളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു. അതെ, അത് അവന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ജീവിതത്തിൽ എന്നെക്കാട്ടിയും കൂടുതൽ പ്രാധാന്യം അവനിക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തുടങ്ങി. പല വാക്കുകളും കേൾക്കാതെ അവന്റെ വാക്കുകൾ എടുത്ത് അത് പ്രകാരം ഈ ബാങ്ക് അക്കൗണ്ട് ഒക്കെ കൊടുത്ത്, അപ്പം ബാങ്ക് അക്കൗണ്ടിൽ കൂടെ ഫണ്ടുകൾ മിസ്യൂസ് ചെയ്യുക, ഇവൻ ഫണ്ട് അവിടെ നിന്ന് അയക്കുക, ആ ഫണ്ട് ഇവനിക്ക് UK അയക്കുക, അവിടുന്ന് ഇവിടുന്ന് അത് തിരിച്ച് ഇവനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതെന്തോ ഇൻകം ടാക്സിന്റെ എന്തോ ഫയലിങ്ങിന് പോയ സമയത്താണ് ഓഡിറ്റർ വിളിച്ചിട്ട് പറയുന്നത്, ഇങ്ങനെ എന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ കുറച്ച് കൂടുതൽ ട്രാൻസാക്ഷൻ കാണുന്നുണ്ടല്ലോ, എന്താണെന്നല്ല. അപ്പൊ അത് ഞാൻ അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അതിനൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കിട്ടുന്നില്ല, വേറെ രീതിയിലുള്ള ആൻസർ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് ഇതിപ്പോ വലിയ പ്രശ്നമാണ്, ഇനിയിപ്പോ സിനിമയല്ല പ്രധാനം, ഇതൊക്കെ എന്താന്നുള്ളതൊന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി. അപ്പം ഷൂട്ടിംഗ് തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഞാൻ ചിലപ്പം ഇത് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പോഴാണ് അവർ കൊണ്ടുപോയിട്ട് ഈ മമ്മൂക്ക കൊടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് മുഖേന ഒരു MC പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് ഡൊമസ്റ്റിക് വയലൻസിന്.
എന്ത് ഡൊമസ്റ്റിക് വയലൻസ് അതായത് താങ്കൾ കണ്ടുപിടിക്കുകയാണ് അവരൊരു ട്രാപ്പിലേക്ക് പോയി എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കാം. അതെ അതെ. അപ്പം താങ്കൾ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ലേ ആ സമയത്ത്? പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കാൻ. രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ മാത്രമല്ല, നമ്മളെ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ട്രാപ്പിഡ് ആണ്. അപ്പൊ ആ ട്രാപ്പിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ വേണ്ടി കഴിയുന്നില്ല. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. കാരണം ഞാൻ മമ്മൂക്കന്റെ പടം റീ അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ മമ്മൂക്കനോട് ചോദിച്ചു, ഈ രാജേഷ് കൃഷ്ണൻ എങ്ങനെയാ ഇതിനകത്ത് പ്രൊഡ്യൂസർ ആയത്? കാരണം എന്റെ കുടുംബത്തിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി അതിന് മറുപടി പറഞ്ഞു, അല്ല രാജേഷ് അല്ലല്ലോ, ജോർജ് ആണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു, പോസ്റ്ററിന്റെ അവര് പോസ്റ്റ് ചെയ്ത്. അപ്പൊ അതിന് പുള്ളി മമ്മൂക്ക മറുപടി പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിക്കാം. ആ അന്വേഷിക്കലെന്നെ ഇന്ന് വരെ. അപ്പൊ അതും എനിക്ക് അവിടെയും പ്രശ്നങ്ങളായി. അപ്പൊ ഇദ്ദേഹവും ഇതിൽ ഇൻവോൾവ് ആണ്. കാരണം അല്ലെങ്കിൽ ന്യായമായിട്ട് അത് എന്താന്നുള്ള ചോദിക്കണം, എങ്ങനെയാ പ്രൊഡ്യൂസർ, എന്താ ഇവനെ തമ്മിലുള്ള കുടുംബ പ്രശ്നം എന്താണ്? കാരണം മറ്റേ പ്രൊഡ്യൂസറെ പറ്റി ഇവര് കംപ്ലൈന്റ് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പ്രൊഡ്യൂസറെ മാറ്റി. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയാണ്, ഇവൻ പ്രൊഡ്യൂസറാ, ഇവന് ഓൾറെഡി ഇവൻ കാരണം നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ട് കുടുംബത്തിനെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടു. നിങ്ങൾ അതിനെ ഹെൽപ്പ് ചോദിക്കുന്നത്, നിങ്ങൾ വാക്ക് തന്നതാണ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് ചോദിക്കുന്ന സമയത്ത് നിങ്ങളടക്കം മൗനം പാലിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതിനെതിരെ പിന്നെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വാട്സപ്പിൽ എന്താ അയച്ചു കഴിഞ്ഞാൽ 2016 മുതൽ വാട്സപ്പ് ഹിസ്റ്ററി